ദയവ് ചെയ്ത് BSc അഗ്രികൾച്ചർ ഇന്ത്യൻ അഗ്രികൾച്ചർ കോളേജിൽ എടുക്കരുത്. സോ വൈ ചൂസ് BSc അഗ്രികൾച്ചർ അറ്റ് ഇന്ത്യൻ അഗ്രികൾച്ചർ കോളേജ് രാധാപുരം? സൗത്ത് ഇന്ത്യയിൽ ഐക്കർ അക്രഡിറ്റഡ് ആയിട്ട് ICAR അക്രഡിറ്റഡ് ആയിട്ട് ഈ പറയുന്ന BSc അഗ്രികൾച്ചർ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്ന വെരി ഫ്യൂ ക്യാമ്പസുകൾ ഒരെണ്ണമാണ് നമ്മൾ ഈ പറയുന്ന ഇന്ത്യൻ അഗ്രികൾച്ചർ കോളേജ് രാധാപുരം. ഇന്ത്യയിലെ തന്നെ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റീസിന്റെ കാര്യത്തിൽ മോസ്റ്റ് പ്രൊമിനന്റ് ആയിട്ടുള്ള തമിഴ്നാട് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ അഫിലിയേഷൻ വരുന്ന ക്യാമ്പസ് കൂടിയാണ് ഇന്ത്യൻ അഗ്രികൾച്ചർ കോളേജ്. ഇന്ത്യൻ അഗ്രികൾച്ചർ കോളേജിലേക്ക് വരുമ്പോഴത്തേക്ക് ത്രൂ ഔട്ട് ഇയർ നമുക്ക് ഈ പറയുന്ന ഫാം ലാൻഡ് വിസിറ്റുകൾ അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ടുള്ള പ്രാക്ടിക്കൽ അഗ്രികൾച്ചർ ആക്ടിവിറ്റീസിൽ അതുപോലെ തന്നെ ഈ പറയുന്ന ഇൻഡസ്ട്രിയൽ വിസിറ്റ് അതൊക്കെ പ്രോപ്പർ ആയിട്ട് ത്രൂ ഔട്ട് ഇയർ എല്ലാ സെമസ്റ്റേഴ്സിലും സ്റ്റുഡൻസിന് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ക്യാമ്പസ് കൂടിയാണ്. നമ്മൾ ഈ പറയുന്ന ഫാം ലാൻഡുകളോ അഗ്രികൾച്ചർ ലാൻഡുകളോ മാത്രമല്ല ഒരു BSc അഗ്രികൾച്ചർ സ്റ്റുഡന്റിന് വേണ്ടുന്ന എന്താ പറയുക പ്രാക്ടിക്കൽ എക്സ്പോഷർ എന്ന് പറയുന്നത്. പ്രാക്ടിക്കൽ എക്സ്പോഷർ എന്ന് പറയുമ്പോൾ ഇറ്റ് ഓൾസോ ഇൻക്ലൂഡ്സ് ലാബ്സ്. അതായത് ഒരു വലിയ പെർസെൻറ്റേജ് ഓഫ് ഈ പറയുന്ന പ്രാക്ടിക്കൽ സ്റ്റഡീസും ലാബ്സ് ബേസ് ചെയ്തിട്ടാണ് വരുന്നത്. അതും നമ്മൾ ഈ പറയുന്ന ക്യാമ്പസ്, അതായത് പർട്ടിക്കുലർലി നമുക്ക് സോയിൽ സയൻസ് ലാബ് വേണം, നമുക്ക് ഈ പറയുന്ന പെത്തോളജി ലാബ് വേണം, ഈ പറയുന്ന ഹോർട്ടിക്കൾച്ചർ ലാബ് വേണം, മൈക്രോബയോളജി ലാബ് വേണം, ബയോടെക്നോളജി ലാബ് വേണം, അഗ്രോണമി ലാബ് വേണം. ഒരുപാട് ലാബുകളുടെ ആവശ്യവും ഒരുപാട് ലാബ് ഫെസിലിറ്റീസിന്റെയും ഒരുപാട് എക്യുപ്മെന്റൽ സപ്പോർട്ടിന്റെ ആവശ്യവും നമ്മൾ ഈ പറയുന്ന പ്രാക്ടിക്കൽ എക്സ്പോഷർ എന്ന് പറയുന്ന സൈഡിൽ കൊണ്ട് ഈ പറയുന്ന സൗകര്യങ്ങളും 100% എഫിഷ്യന്റ് ആയിട്ടും എഫക്റ്റീവ് ആയിട്ടും സ്റ്റുഡൻസിന് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു അടിപൊളി ക്യാമ്പസ് കൂടിയാണ് നമ്മൾ ഈ പറയുന്ന ഇന്ത്യൻ അഗ്രികൾച്ചർ കോളേജ്. എലോങ് സൈഡ് ഓഫ് അക്കാഡമിക്സ്, അക്കാഡമിക്സിന്റെ കൂടെ തന്നെ എന്റർപ്രണർഷിപ്പ് അല്ലെങ്കിൽ കരിയർ ഡെവലപ്മെന്റ്, റിസർച്ച് എക്സ്പോഷർ, ഇത്തരത്തിലുള്ള എല്ലാ സൗകര്യവും, അതായത് ഹാൻഡ്സ് ഓൺ ട്രെയിനിങ് ആണ് ഈ ക്യാമ്പസ് ഉദ്ദേശിക്കുന്നത്. ഒരു പ്രാക്ടിക്കൽ എക്സ്പോഷറോട് കൂടി മനസ്സിലാക്കുന്ന ഒരു നോളേജ് നമ്മുടെ മനസ്സിൽ എത്രത്തോളം കാലം നിലനിൽക്കുമെന്നുള്ളതും നമുക്ക് എല്ലാവർക്കും അറിയാം. സോ കുറച്ച് മാർക്കൊക്കെ കുറഞ്ഞ കുട്ടികളാണെങ്കിൽ പോലും ഈ പർട്ടിക്കുലർ കോളേജിൽ BSc അഗ്രികൾച്ചർ ചൂസ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ഓപ്ഷൻ തന്നെയായിരിക്കും. നിങ്ങൾക്ക് പറ്റിയ നല്ലൊരു കരിയർ ഓപ്ഷൻ തന്നെയായിരിക്കും. നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഓഫ്കോഴ്സ് BSc അഗ്രികൾച്ചർ എന്ന് പറയുന്നത് പക്ക ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു കോഴ്സാണ്. കൾച്ചറലി ഡൈവേഴ്സ് ആയ ഒരു എൻവയോൺമെന്റ് ആണ് നമുക്ക് ഈ പറയുന്ന ഇന്ത്യൻ അഗ്രികൾച്ചർ കോളേജ് നമുക്ക് തരുന്നത്. അതുപോലെ തന്നെ ഈ പറയുന്ന ഫെസ്റ്റിവൽസും ഈ പറയുന്ന കാര്യങ്ങളും എല്ലാം നല്ല രീതിയിൽ തന്നെ ആഘോഷിക്കുകയും എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിനെയും എല്ലാ റെസ്പെക്ടോട് കൂടി ആ ആക്ടിവിറ്റീസിനെ കാണുകയും ചെയ്യുന്ന ഫാക്കൽറ്റീസ് ആണ് നമുക്കുള്ളത്. വലിയൊരു ശതമാനം ഫാക്കൽറ്റീസ് മലയാളികളാണ്. അതുപോലെ തന്നെ സ്റ്റുഡൻസും 90% അല്ലെങ്കിൽ 85% മലയാളീസ് തന്നെയാണ്. പിന്നെ ഈ ഒരു ക്യാമ്പസ് ചൂസ് ചെയ്യുന്ന സമയത്ത് ഒരു പക്ക അർബൺ ആയിട്ടുള്ള ഒരു സ്ഥലത്ത് അല്ലെങ്കിൽ എന്താ പറയുക ഒരു 100% ഒരു സിറ്റി എക്സ്പോഷർ, ഇപ്പോൾ ബാംഗ്ലൂർ സൈഡിലൊക്കെ പോയിട്ട് ആ ഒരു സിറ്റി എക്സ്പോഷർ ഒക്കെ എൻജോയ് ചെയ്ത് പഠിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് BSc അഗ്രികൾച്ചർ ഇന്ത്യൻ അഗ്രികൾച്ചർ കോളേജിൽ എടുക്കരുത്. സോ ഇത് കുറച്ചും കൂടെ പീസ്ഫുൾ ആയിട്ടുള്ള എൻവയോൺമെന്റ് ആണ്. ഇത് കുറച്ചും കൂടെ നമ്മൾ ഈ പറയുന്ന ഫാം ലാൻഡുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്ന സ്ഥലങ്ങളാണ്. കൃഷിയിടങ്ങളും അല്ലെങ്കിൽ ഈ പറയുന്ന പച്ചപ്പും ഹരിതാപവും ഒക്കെയുള്ള ഒരു ലൊക്കാലിറ്റിയാണ് വരുന്നത്. സോ ഒരു അർബൺ എക്സ്പോഷർ ഈ പറയുന്ന ക്യാമ്പസിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കാൻ പാടില്ല. പക്ഷേ കൾച്ചറലി ഡൈവേഴ്സ് ആയിട്ടുള്ള വളരെ ആക്റ്റീവ് ആയിട്ടുള്ള നല്ലൊരു ക്യാമ്പസ് ലൈഫും ഈ പറയുന്ന ക്യാമ്പസിൽ നമുക്ക് 100% പ്രതീക്ഷിക്കാൻ പറ്റുകയും ചെയ്യും. സോ ഈ പറയുന്ന ക്യാമ്പസിനെ പറ്റിയിട്ട് എന്തെങ്കിലും ഫർദർ ഡീറ്റെയിൽസ് വേണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ പറയുന്ന ക്യാമ്പസിന്റെ അഡ്മിഷൻ പ്രൊസീജിയേഴ്സിനെ പറ്റിയിട്ട് എന്തെങ്കിലും ഫർദർ ഡീറ്റെയിൽസ് വേണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത BSc അഗ്രികൾച്ചർ കോഴ്സിനെ കുറിച്ചിട്ടാണെങ്കിൽ എന്തെങ്കിലും ഇൻഡെപ്ത് ആയിട്ട് മനസ്സിലാക്കാനുണ്ടെന്നുണ്ടെങ്കിലും ഈ താഴെ കാണുന്ന നമ്പേഴ്സ് നിങ്ങൾക്ക് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് പറ്റും. 100% നമുക്ക് ഗൈഡൻസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. 24/7 നമ്മുടെ അസിസ്റ്റൻസ് നിങ്ങൾക്ക് ഉണ്ടാവും. ഓക്കെ, ഇപ്പൊ തന്നെ വിളിച്ചു. താങ്ക് യു.